ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കായ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷാണെങ്കിലും നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കായ മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മീൻ കറിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിലേക്ക് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 3 കഷ്ണം ഉലുവായും കൂടെ ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 15 ചുവന്നുള്ളി ചേർക്കാം, നീളത്തിലരിഞ്ഞത്. ഇതോടൊപ്പം തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം തന്നെ ഒരു പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം, അതുവരെ നമ്മളത് വഴറ്റും. ഇവിടെ ഉള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ ഇടാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/8 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കായ, ഏത്തക്കയാണ്. ഏത്തക്ക 3 ചെറിയ കായ എടുത്ത് മെഷർ ചെയ്താൽ 1 കപ്പ് ഉണ്ടാവും. ഇതിങ്ങനെ തുറന്ന് വെച്ചിരുന്നോണ്ടാണ് ഇതിൻ്റെ കളർ മാറിയിരിക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് ഞാൻ നൊയമ്പ് സമയത്തൊക്കെ സാധാരണ വീട്ടിലുണ്ടാക്കുന്നൊരു കറിയാണ്. കായ ഇട്ടിട്ട് 1 മിനിറ്റും കൊണ്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഒരു കപ്പ് വെള്ളം. ഇവിടെ 3 കഷ്ണം പുളി, മീൻ പുളിയാണ്, കുടംപുളി. അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ആ വെള്ളത്തോടുകൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക. 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ്. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക, പാകത്തിന് ഉപ്പിടുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ തീയിൽ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. അപ്പം നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന കാണാം. ഈ ഒരു പരുവം വരെ കുക്ക് ചെയ്യുക. കായ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഓഫ് ചെയ്യാം. ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. മീനില്ലാതെ മീൻകറി പോലെ ഇരിക്കുന്ന നമ്മുടെ കായ മുളകിട്ടത് റെഡിയാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഞാൻ സാധാരണ നൊയമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ ഒരു കായ മുളകിട്ടത്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.